വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അങ്ങനെ പ്രേരണാകുറ്റം സത്യാമ്മയ്ക്കെതിരെ വരും എന്നൊക്കെയാണ് സോമശേഖരൻ പറയുന്നതെന്നൊക്കെ പിള്ള പറയുന്നുണ്ട്. അന്നേരം എങ്ങനെ പ്രേരണാകുറ്റം വരും? കുട്ടികൃഷ്ണൻ മരിച്ചിട്ടില്ലല്ലോ, അപ്പോൾ പിന്നെ അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് സോമശേഖരൻ എന്തെങ്കിലും പണി ഒപ്പിക്കുമെന്ന് പിള്ള വീണ്ടും പറയുന്നുണ്ട്. അന്നേരം അയാൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷേ നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, അല്ലെങ്കിൽ കുട്ടികൃഷ്ണൻ്റെ ജീവൻ എന്തെങ്കിലും സംഭവിക്കണം. അത് സംഭവിക്കാത്തിടത്തോളം കാലം നമുക്കൊരു പ്രശ്നവും ഇല്ല, അതൊക്കെ ഒന്നും നടക്കില്ല എന്നിങ്ങനെ സത്യം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ശാലിനി ഇരിക്കുമ്പോൾ ശാലിനിക്ക് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. ശാലിനി അതെടുത്തിട്ട് അങ്ങകത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം സത്യമേ നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ അല്ലേ എന്നിങ്ങനെ പിള്ള ചോദിക്കുമ്പോൾ ഭാമയ്ക്ക് അന്നേരം ചെറുതായിട്ടൊരു സങ്കോചം ഇങ്ങനെ തോന്നുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് രാത്രിയാണ് കാണിക്കുന്നത്. അവിടെ ശിവൻ്റെ ആ ഒരു വീട്ടിലാണെങ്കിൽ വേലായുധൻ്റെ വാടക വീട്ടിലെ ഡേവിസും ആൻ്റണിയും ഡേയ്സിയും കൂടി വന്ന് കാത്തിരിക്കുകയാണ്. കല്യാണം വിളിക്കാനാണ് വന്നിരിക്കുന്നത്. ചന്ദ്ര ഇങ്ങനെ ആകെ പേടിച്ചെടുത്ത് നിൽപ്പുണ്ട്. എവിടെ പോയടി നിൻ്റെ ഏട്ടനൊന്ന് വിളിച്ച് നോക്ക് എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്ര വീണ്ടും ഫോൺ എടുത്ത് വിളിക്കാനായിട്ട് വരുമ്പോൾ ശിവൻ ഇങ്ങനെ മുറ്റത്തേക്ക് ബുള്ളറ്റിൽ വന്ന് കയറുന്നുണ്ട്. അന്നേരം ചന്ദ്ര ഓടി ചെല്ലുകയാണ്. ഏട്ടാ വഴക്കും ബഹളം ഒന്നും വേണ്ട, വന്ന കാര്യം അവർ എന്തിനാണെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പൊയ്ക്കോട്ടെ എന്ന് പറയുകയാണ്. തുടർന്ന് ശിവനാണെങ്കിൽ ഇങ്ങനെ ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അങ്ങോട്ട് ഡേയ്സിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ ഈ വീട്ടുകാരി എന്തിനാ വന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം എൻ്റെ ജീവിതത്തിലൊരു നല്ലൊരു സംഭവം നടക്കാൻ പോവുകയാണ്, അതിന് നിൻ്റെ അനുഗ്രഹവും ആശീർവാദവും കിട്ടുമെന്നറിയാൻ വന്നതാണെന്ന് പറയുന്നുണ്ട്. അന്നേരം സാധാരണ അങ്ങനെയല്ലല്ലോ പതിവ്, എല്ലാം പിടിച്ചു വാങ്ങുകയല്ലേ, നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം പിടിച്ചെടുക്കുകയല്ലേ, പിന്നെ ഇപ്പോൾ ഒരു അനുവാദം ചോദിപ്പോൾ എന്തുവാ എന്നിങ്ങനെ ചോദിച്ച് ശിവൻ ഉടക്കാനുള്ള ഭാവം തന്നെയാണ്. അന്നേരം ആൻ്റണി പറയുന്നുണ്ട്, ശിവ ഞങ്ങൾ വഴക്കിനും വക്കാണത്തിനും ഒന്നും വന്നതല്ല, ഇടി വന്ന കാര്യം പറയാൻ നോക്ക് എന്നിട്ട് പോകാമെന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അപ്പോൾ എന്തോ നല്ലൊരു കോളും കൊണ്ടാണല്ലോ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ശിവൻ ആ കസേരയിലേക്ക് ഇരിക്കുന്നുണ്ട്. എന്തായാലും ഒരു സുഹൃത്ത് ബന്ധമൊന്നും നമ്മൾ തമ്മിലില്ലല്ലോ, അപ്പോൾ പിന്നെ വേറെന്തോ ആണ്, എന്തായാലും വന്ന കാര്യം പറയുക എന്നിങ്ങനെ ശിവൻ പറയുന്നുണ്ട്. അന്നേരം ഡേയ്സി ആണെങ്കിൽ ആ ലെറ്റർ ഇങ്ങനെ എടുത്തിട്ട് എൻ്റെ വിവാഹമാണ് എന്നിങ്ങനെ പറയുമ്പോൾ ശിവനിങ്ങനെ ഒരു ചെറിയൊരു ഷോക്ക് ആവുന്നുണ്ട് ശിവന്. എന്നിട്ട് ഡേയ്സി ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അതിന് നിന്നെ ക്ഷണിക്കാനായിട്ട് വന്നതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശിവനാണെങ്കിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഇത് എനിക്ക് തന്നെ നിന്നെ വന്ന് വിളിക്കണമെന്നുണ്ടായിരുന്നു, അപ്പോൾ നിൻ്റെ മുഖത്ത് കാണുന്ന ആ ഒരു റിയാക്ഷൻ അതെനിക്ക് കാണണമെന്നുണ്ടായിരുന്നു, കണ്ട് ബോധ്യപ്പെട്ടു, സന്തോഷമായി എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശിവൻ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. അന്നേരം ആൻ്റണി പറയുന്നുണ്ട്, ഇവള് വിവാഹം കഴിക്കാൻ പോകുന്നത് വേറെ ആരുമല്ല, ഡേവിസിന് തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. ഇത് നീ മുടക്കാനൊന്ന് നോക്കല്ലേ എന്ന് പറയുകയാണ്. അന്നേരം ശിവൻ വീണ്ടും കൂളാവുന്നുണ്ട്. അന്നേരം ഞാൻ എന്തിനു മുടക്കണം, നിൻ്റെ അപ്പനും അമ്മയും ചെയ്ത പാപം നിങ്ങളെ വീട്ടുകാർ തന്നെ ചുമക്കുന്നു, അതിനിപ്പോൾ എനിക്ക് എന്താ റോള് എന്നിങ്ങനെ ചോദിക്കുന്നു. അന്നേരം അപ്പന് പറയുന്നോടാന്നും പറഞ്ഞ് ആൻ്റണി ദേഷ്യപ്പെടുകയാണ്. തല്ലാനുള്ളൊരു ഭാവം തന്നെ. അന്നേരം വേണ്ട എന്ന് പറഞ്ഞിട്ട് ശിവൻ പറയുകയാണ്, ഇനി ഇവിടെ നിന്ന് കൂടുതൽ പിന്നെ പറഞ്ഞാലുണ്ടല്ലോ, എൻ്റെ വീട്ടിലിരിക്കുന്ന അപ്പാപ്പനെ അമ്മാമ്മയെ ഞാൻ വിളിക്കും, അതുകൊണ്ട് ഇവളെ വിളിച്ചുകൊണ്ട് പോകാൻ നോക്ക് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരമാണെങ്കിൽ ഇതിവിടം കൊണ്ടൊന്നും തീർന്നു എന്ന് വിചാരിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ ഡേയ്സിയും പറയുന്നുണ്ട്. അന്നേരം ശിവൻ പറയുകയാണ്, കാര്യങ്ങളൊക്കെ നടക്കട്ടെ, പിന്നെ ഈ ലെറ്റർ അതിവിടെ ഇരിക്കട്ടെ, കറണ്ട് പോകുമ്പോൾ വീശാനായിട്ട് എടുക്കാം എന്നിങ്ങനെ പറയുകയാണ്. ഡേയ്സിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് പിന്നെ വാ ചേട്ടായി എന്ന് പറഞ്ഞ് അവരങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുകയാണ്. അന്നേരമാണെങ്കിൽ ശിവൻ പറയുന്നുണ്ട്, നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ഡേയ്സിയോട് പറയുകയാണ്, നിൻ്റെ കഴുത്തിൽ ഞാനൊരു താലി കെട്ടിയിരുന്നു, അതിന് ഇനിയിപ്പോൾ പ്രസക്തി ഇല്ലല്ലോ, അതങ്ങ് മറന്നു കളയുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അത് ഞാൻ നിൻ്റെ സ്മാരകമായിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കാം, നിൻ്റെ പട്ടടയിൽ കൊണ്ടുവയ്ക്കാനായിട്ട്, എൻ്റെ പ്രതികാരം ഒരിക്കലും തീരില്ല എന്നൊക്കെ ഇങ്ങനെ വെല്ലുവിളിച്ചിട്ട് വാ ചേട്ടായി എന്ന് വിളിച്ചുകൊണ്ട് ആൻ്റണിയെ വിളിച്ചുകൊണ്ട് ഡേവിസിനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. പോകാൻ നേരം കാറിലേക്ക് കയറാൻ നേരമൊക്കെ ശിവനിങ്ങനെ നോക്കുന്നുണ്ട്. ഡേയ്സി ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷേ ശിവൻ ആ ഒരു വിഷമമൊന്നുമില്ല. ചന്ദ്ര ഇങ്ങനെ ഇതെല്ലാം കണ്ട് പേടിച്ച് നിൽക്കുകയാണ്. അന്നേരം അവർ പോയ ശേഷം ഏട്ടാ അവൾ എന്നിങ്ങനെ പറയുമ്പോൾ ആ അധ്യായം അതോടുകൂടി അവസാനിച്ചു, അതങ്ങനെ കരുതിയാൽ മതി, അത് തീർന്നു എന്നിങ്ങനെ പറഞ്ഞ് ശിവൻ ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. ഇതേസമയം അവിടെ കുടുംബശ്രീ വീട്ടിലാണെങ്കിൽ രോഹിത് ജോലി കഴിഞ്ഞ് വരുന്നത് നോക്കി ശ്യാമയാണെങ്കിൽ ഉമ്മറത്ത് തന്നെയുണ്ട്. കുഞ്ഞാണെങ്കിൽ അവിടെ റൂമിൽ ഇങ്ങനെ കട്ടിൽ കിടത്തിയിരിക്കുകയാണ്. അന്നേരം രോഹിത് ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ശ്യാമ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുകയാണ്. അന്നേരം നീ എന്താ കുറ്റവാളികളെ നോക്കുന്നത് പോലെ എന്ന് പറയുമ്പോൾ അപ്പോൾ ചോദിക്കുന്നതിന് മുന്നേ കുറ്റവാളിയാണെന്നുള്ള സമ്മതിച്ചു അല്ലേ എന്ന് പറയുകയാണ്. അന്നേരം എന്താ പ്രശ്നവും ചോദിക്കുന്നുണ്ട്. അന്നേരം നിങ്ങൾ എവിടെ പോയിരുന്നാണെന്ന് ചോദിക്കും. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ എന്ന് പറയുകയാണ്. അന്നേരം കള്ളൊന്നും പറയാൻ നോക്കണ്ട, നിങ്ങൾ എങ്ങോട്ട് പോയതാണെന്ന് എനിക്ക് അറിയണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം രോഹിത്തിന് ദേഷ്യം വരുന്നുണ്ട്. ഞാൻ ഒരു പുരുഷനാണ്, എനിക്ക് എവിടെ വേണമെങ്കിലും പോവുകയും വരികയൊക്കെ ചെയ്യാമെന്നും പറഞ്ഞ് രോഹിത്ത് അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ശ്യാമ ഒരു ഒത്തി സമ്മതിക്കുന്നില്ല. രോഹിത്തിനെ പിടിച്ച് തള്ളുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം മര്യാദയ്ക്ക് പറഞ്ഞാൽ നിങ്ങളുടെ ഭാര്യയാണ്, അത് നിങ്ങൾക്ക് തോന്നിയതുപോലെ പോകുന്നതൊക്കെ വിവാഹത്തിന് മുന്നേ, ഇപ്പോൾ എവിടെ പോയി എന്നുള്ള എന്നോട് പറഞ്ഞ് മതിയാകുമെന്നും പറഞ്ഞ് ആകെ ഇതിലാണ്. അന്നേരം ഞാൻ സൂപ്പർ മാർക്കറ്റിൽ, അല്ലെങ്കിൽ നീ പോയി അന്വേഷിച്ച് നോക്കുമെന്ന് പറയുകയാണ്. അന്നേരം അതേ സൂപ്പർ മാർക്കറ്റിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിച്ചത്, നിങ്ങൾ അവിടെ പോയി അന്വേഷിക്കും, ഞാൻ വന്നോ ഇല്ലയോ എന്ന്, നിങ്ങൾ എവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം രോഹിത്ത് ഹോസ്പിറ്റലിൽ നിന്ന് പറയാൻ വരുന്നുണ്ട്. പക്ഷേ ശ്യാമ പറയുന്നുണ്ട്, പുതിയ
കൊതിയ കള്ളമൊന്നും അന്വേഷിക്കാനായിട്ട് നോക്കണ്ട, എവിടെ പോയി എന്ന് പറഞ്ഞ് മനസ്സ് കൈവിട്ട രീതി എന്ന പോലെ ആ ദേഷ്യത്തിൽ ശ്യാം അങ്ങോട്ട് ചാടി കടിക്കുകയാണ്. അന്നേരം ഞാൻ ഹോസ്പിറ്റലിൽ പോയി എന്നുള്ള നേരെ തന്നെയാണ് എന്നിങ്ങനെ അവസാനം രോഹിത്ത് പറയുന്നുണ്ട്. അന്നേരം എനിക്കറിയാം നിങ്ങളിപ്പോൾ എന്നേക്കാളും സ്ഥാനം പിന്നെ എൻ്റെ വല്യേച്ചിക്കാണ് കൊടുക്കുന്നത്, എനിക്ക് സംശയമുണ്ട്, ആ കുഞ്ഞ് നിങ്ങളുടെ അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ശ്യാം എന്നെ അനാവശ്യം പറയരുത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അല്ല, എന്നേക്കാൾ സ്ഥാനം ഇപ്പോൾ വല്യേച്ചിക്ക് കൊടുക്കുന്നുണ്ട്, ആ കുഞ്ഞ് ഒളിച്ചും പാത്തുമൊക്കെ ഉള്ള പോക്ക് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, എന്നെക്കൊണ്ടൊന്നിനും കൊള്ളില്ലല്ലോ, ഞാൻ മച്ചിയല്ലേ മച്ചി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവസാനം നിങ്ങളുടെ അല്ലേ കുഞ്ഞും ചോദിക്കുമ്പോൾ രോഹിത്ത് അടിക്കാനായിട്ട് ഇങ്ങനെ കൈ ഒങ്ങുമ്പോൾ ശ്യാമ തടുക്കുകയാണ് ചെയ്യുന്നത്. തൊട്ടു പോകരുത് തന്നെ, നിങ്ങളുടെ ശബ്ദം ഉയരേണ്ടത് നിങ്ങളുടെ വീട്ടിലാണ്, ഇത് എൻ്റെ വീടാണ്, എനിക്കിഷ്ടമുള്ളതാണെന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ വീടെന്നല്ലേ നീ ആദ്യം പറഞ്ഞെന്നൊക്കെ രോഹിത്ത് ചോദിക്കുന്നുണ്ട്. അന്നേരം അതൊക്കെ പണ്ടായിരുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലാണ് സ്ഥാനമുള്ളത്, ഇവിടെ അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞങ്ങോട്ട് ആകെ ബഹളം വയ്ക്കുകയാണ്. ഈ ശ്യാമയുടെ ഈ ഒരു പ്രകൃതമൊക്കെ കണ്ടിട്ട് രോഹിത്തിന് ആകെ അന്തം വിട്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കിപ്പോൾ ഒരു സ്ഥാനവുമില്ല, അവിടെ കാര്യങ്ങൾ നോക്കാനായിട്ട് നട്ടലുള്ള ആണുങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പറയും ശിവൻ, അവിടെ നിങ്ങളെക്കാൾ സ്ഥാനം അവിടെ ശിവനുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഒരു വിലയില്ല എന്നിങ്ങനെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവുകയാണ്. അനാവശ്യം പറയരുതെന്നൊക്കെ ഇങ്ങനെ രോഹിത്ത് പറയുന്നുണ്ട്. അവസാനം ഈ ബഹളമൊക്കെ കേട്ടുകൊണ്ട് ഗോപാലകൃഷ്ണൻ വരുന്നുണ്ട്. അന്ന് രണ്ടും കൂടി തമ്മിൽ തല്ലി ചാവാതെ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഇതോടെ നിർത്തി, എല്ലാം കൊണ്ട് നിർത്തി, എല്ലാത്തിനും കാരണം നാശം പിടിച്ച കുഞ്ഞാണ്, അതിന് ഇനി ഞാൻ എവിടെ എന്നൊക്കെ പറഞ്ഞ് ശ്യാമ അകത്തേക്ക് ഓടുകയാണ്. അന്നേരം അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് പിന്നെ രോഹിതം പിന്നാലെ ഓടുന്നുണ്ട്, ഗോപാലകൃഷ്ണനും പിന്നാലെ ഓടുകയാണ്. എന്നിട്ട് ശ്യാമ മുറിയിലേക്ക് ചെന്നിട്ട് ഈ കുഞ്ഞിനെ ഇങ്ങനെ എടുക്കാനായിട്ട് പോവുകയാണ്, ഇതിനെ ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ രോഹിത് പെട്ടെന്ന് ശ്യാമയെ പിടിച്ചങ്ങോട്ട് തള്ളുന്നുണ്ട്. ശ്യാമ അലമാരിയിൽ ചേർന്ന് ഇടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് രോഹിത് കുഞ്ഞിനെ പെട്ടെന്ന് വാരി എടുത്തിട്ട് ഗോപാലകൃഷ്ണൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അച്ഛ, ഇതിനെയും കൊണ്ട് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറിപ്പോകുക, അല്ലെങ്കിൽ ഇവളിതിനെ കൊല്ലും, ഇവൾക്ക് ഭ്രാന്താണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പോകുന്നിങ്ങനെ ഗോപാലകൃഷ്ണനോട് രോഹിത്ത് കണ്ണ് കാണിക്കുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണൻ ആ കുഞ്ഞിനെയും കൊണ്ട് ആകെ പിടിച്ച് അപ്പുറത്തെ മുറിയിലേക്ക് നിൽക്കുന്നുണ്ട്. അന്നേരം രോഹിത്ത് എന്നോട് ശ്യാമ പറയണം, ഇപ്പോൾ നിങ്ങൾ രക്ഷിച്ചു, പക്ഷേ എപ്പോഴും നിങ്ങളെ കൊണ്ട് രക്ഷിക്കാൻ കഴിയില്ല എന്നിങ്ങനെ പറയുമ്പോൾ നിനക്ക് ഭ്രാന്താണ് ഭ്രാന്ത് എന്നിങ്ങനെ പറഞ്ഞിട്ട് രോഹിത്ത് അങ്ങ് പോകുന്നുണ്ട്. ഗോപാലകൃഷ്ണൻ കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുകയാണ്, ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു രീതിക്ക്. തുടർന്ന് പിറ്റേന്ന് രാവിലെ ശാലിനിയാണെങ്കിൽ ഓഫീസിലേക്ക് പോകാനൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുമ്പോൾ പൊന്നി ഓടിക്കൊണ്ട് വരുന്നിരിക്കുന്നു. അത് താഴെ കുഞ്ഞ് പെട്ടെന്ന് വന്നേന്ന് പറയുകയാണ്. അന്നേരം എന്താ ചോദിക്കുമ്പോൾ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് താഴേക്ക് വാ എന്ന് പറയുന്നുണ്ട്. അന്നേരം ശാലിനി ഓടി ചെല്ലുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണൻ ഇങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിൽക്കുകയാണ്. അന്നേരം എന്താ അച്ഛാ മോളെയും കൊണ്ടെന്ന് പറഞ്ഞ് കുഞ്ഞിനെ അങ്ങോട്ട് എടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ശ്യാമ ഒരു തരത്തിൽ കുഞ്ഞിനെ അവിടെ നിർത്താനായിട്ട് സമ്മതിക്കില്ല എന്ന് പറയുകയാണ്. അന്നേരം അതിന് അവളുടെ സമ്മതം എന്തിനാ, അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നതൊക്കെ അച്ഛനല്ലേ, അവൾക്ക് അതിനുള്ള അധികാരമൊന്നും ഇല്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്താ, കുഞ്ഞു ഭൂമിയിൽ ജീവനോടെ ഇരിക്കണം, സന്തോഷമായിട്ട് ഇരിക്കണം എന്നുള്ളതല്ലേ, പക്ഷേ അവൾ അതിന് സമ്മതിക്കില്ല, നമ്മളെ ആ കുഞ്ഞിനെ കിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താ അച്ഛേ പറയുന്നതെന്ന് പറയുന്നുണ്ട്. അന്നേരം ഇന്നലെ രാത്രി അവൾ കുഞ്ഞിനെ കൊല്ലാൻ നോക്കി എന്ന് പറഞ്ഞ് ആ ഒരു സംഭവം അവിടെ പറയുന്നുണ്ട്. അന്നേരം ശാലിനിക്ക് അകപ്പാടെങ്കിൽ വിഷമം വരുന്നുണ്ട്. അന്നേരം ഈ കുഞ്ഞിൻ്റെ മുഖം കണ്ടിട്ട് എങ്ങനെയാ വെച്ചാൽ അവൾക്ക് അതൊക്കെ തോന്നുക എന്ന് പറയുന്നുണ്ട്. അന്നേരം അവൾക്ക് എല്ലാവരെയും സംശയമാണ്, അവളുടെ ജീവിതം കുഞ്ഞ് കളയും എന്നുള്ളതൊക്കെയാണെന്ന് പറഞ്ഞ് ഇന്നലെ സംഭവങ്ങൾ മൊത്തം പറയുന്നുണ്ട്. അത് എനിക്ക് പിന്നെ ശാരീരിക ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുന്നവരെ മോൾ ഈ കുഞ്ഞിനെ നോക്കണം, എനിക്ക് ഹോസ്പിറ്റലിലെ കാര്യം എല്ലാം കൂടി നോക്കാൻ പറ്റില്ല, എതിർത്തൊന്നും പറഞ്ഞാൽ പിന്നെ ഈ കുഞ്ഞ് പിന്നെ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ശാലിനി ഇങ്ങനെ വിഷമിച്ച് നിൽക്കണം. പൊന്നി ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അന്നേരം സത്യഭാമ അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. ശാലിനിയുടെ അച്ഛൻ എപ്പോഴാണ് വന്നാൽ ചോദിക്കുമ്പോൾ ഇപ്പോൾ വന്നേ ഉള്ളൂ എന്ന് പറയും. അന്നേരം ഈ കുഞ്ഞ് എന്ന് പറഞ്ഞ് ശാലിനിയെ നോക്കുമ്പോൾ ശാരികേച്ചിയുടെ മോളാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, ശ്യാമ അവിടെ നിർത്തില്ല, അവളുടെ പിന്നെ ജീവിതം കളയും എന്നൊക്കെയാണ്, സ്വസ്ഥത കളയും എന്നൊക്കെയാണ് പറയുന്നത് എന്ന് പറയുന്നുണ്ട്. അതുവരെ ഇവിടെ നോക്കാനാണ്, അല്ലാതെ എന്നെക്കൊണ്ട് എല്ലാ കാര്യം കൂടി ഒത്ത് പറ്റില്ല, അവളുടെ ജീവിതം അവളായിട്ട് തകർത്തുകൊണ്ടിരിക്കുകയാണ്, അത് അവൾ മനസ്സിലാക്കുന്നില്ല, ഭ്രാന്തമായ അവസ്ഥയിലാണെന്നൊക്കെ പറയുമ്പോൾ സത്യഭാമയ്ക്കും വിഷമം തോന്നുന്നുണ്ട്. അന്നേരം മോളെ ഞാനൊന്ന് എടുക്കട്ടെ എന്ന് പറഞ്ഞ് ഭാമ അങ്ങോട്ട് കുഞ്ഞിനെ എടുക്കുകയാണ്. ഈ സമയത്താണ് അവിടേക്ക് സോമശേഖരനും പോലീസുകാരും കൂടി ആ വണ്ടി അങ്ങോട്ടത്തേക്ക് വരുന്നത്. സോമശേഖരൻ വന്ന് ശാലിനി ആദ്യം സല്യൂട്ടൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയാണ്, രാവിലെ തന്നെ ബുദ്ധിമുട്ടിക്കുന്നതിൽ ക്ഷമിക്കണം മാഡം, സത്യഭാമയ്ക്ക് ഒരു പ്രേരണ കുറ്റമുണ്ട് എന്നിങ്ങനെ പറയാം, അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാനാണ് വന്നതെന്ന് പറയുന്നുണ്ട്. അന്നേരം അറസ്റ്റ് ചെയ്യാനോ ചോദിക്കുന്നുണ്ട്. അന്നേരം അതെ, പിന്നെ സത്യഭാമ പണം കൊടുത്തിരുന്ന ഒരു കുട്ടികൃഷ്ണൻ ഉണ്ടല്ലോ, കുട്ടികൃഷ്ണൻ ആത്മഹത്യ ശ്രമിച്ചിരുന്നു, ഇന്നലെ രാത്രി കുട്ടികൃഷ്ണൻ മരിച്ചു എന്ന് പറയുകയാണ്. അന്നേരം ഭാമയും ബാക്കി എല്ലാവരും മരിച്ചു എന്നിങ്ങനെ പറഞ്ഞ് അന്തം വിടുന്നുണ്ട്. അന്നേരം അതിലയാളുടെ പേര് എഴുതി വെച്ചിരിക്കുന്ന ആദ്യത്തെ പേര് സത്യഭാമയുടേതാണ്. പിന്നെ ലാസ്റ്റ് ഫോണിലേക്ക് വന്നിരിക്കുന്ന അവസാന കോളും ഭാമയുടെ തന്നെയാണ്, സത്യഭാമയുടെ തന്നെയാണ്. അല്ലെങ്കിൽ സത്യഭാമ പറയട്ടെ, വിളിച്ചിട്ടില്ല, ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയട്ടെ എന്ന് പറയുകയാണ്. അന്നേരം വിളിച്ചിരുന്നു എന്നുള്ളൊരു സത്യം തന്നെയാണെന്ന് ഭാമ പറയുന്നുണ്ട്. അന്നേരം അതെ, സത്യഭാമയ്ക്ക് കള്ളം പറയാനായിട്ട് സാധിക്കില്ല. പിന്നെ പണം കടം കൊടുക്കുന്നവരോട് ഇത് തിരിച്ചു കിട്ടാൻ വേണ്ടി സത്യഭാമ പറയുന്ന ഒരു ഭാഷയുണ്ട്, ഒരു സംസാര രീതിയുണ്ട്, സത്യം പറയാമല്ലോ, എന്നോടും അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്, പെറ്റ തള്ള പോലും സഹിക്കില്ല എന്നിങ്ങനെ പറയുകയാണ്. നക്ഷത്രം കൂടുതലുള്ള ഞാനതൊക്കെ കേട്ടിരുന്നു, പക്ഷേ ഒരു അയ്യോ ഭാവിയായപ്പോൾ കുട്ടികൃഷ്ണൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ, അയാൾ ആ ഒരു പ്രഷറിലാണ് കയറി തൂങ്ങി
കുടുങ്ങിയത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാതെ വേറെ നിവർത്തിയില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം വല്ലവരും എഴുതി വെച്ചെന്നും പറഞ്ഞ് അങ്ങനെ അങ്ങ് അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് ചോദിക്കുകയാണ്. അന്നേരം മുകളിൽ നിന്ന് വല്ലാത്ത പ്രഷറുണ്ട്, അറസ്റ്റ് ചെയ്തേ മതിയാകൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അതൊന്നും ശരിയാതെ അങ്ങനെയാണ് സത്യാവസ്ഥ അതാണെന്ന് പറയാനൊന്നും പറ്റില്ലല്ലോ എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ അതൊക്കെ തെളിയിക്കേണ്ടത് കോടതിയിലാണ്, ഇപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തേ മതിയാകൂ എന്നിങ്ങനെ സോമശേഖരൻ വലിയ ഉത്സാഹത്തിലാണ്. എന്നിട്ട് സോമശേഖരൻ പക പോക്കുകയാണല്ലേ എന്നിങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ സത്യസന്ധമായി ജോലി ചെയ്യുന്നതിന് അങ്ങനെ ഒരു പേര് പറയാനായിട്ട് സാധിക്കുമോ മാഡം എന്നിങ്ങനെ ചോദിക്കുക. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയേ പറ്റൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം മോളെ ഞാനെന്നും പറഞ്ഞിങ്ങനെ ശാലിനി നിൽക്കുകയാണ്. അതിനെ കുഞ്ഞിനെ അങ്ങോട്ട് കൊടുത്തിട്ട് ഫാമ നിൽക്കുകയാണ്. അതിനെ കുഞ്ഞിനെ അങ്ങോട്ട് കൊടുത്തിട്ട് ഞങ്ങളുടെ കൂടെ വരൂ എന്ന് പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, സത്യമ്മ ഒന്നും കൊണ്ടും പേടിക്കില്ല, അങ്ങനെ ഇതിലും വലിയ കടുത്ത പനി വന്നിട്ട് പോയി പണി നോക്കാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നല്ലേ ജലദോഷപ്പനി, സത്യമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിയോളാം എന്ന് പറയുമ്പോൾ കുഞ്ഞിനെ അങ്ങോട്ട് വാങ്ങിക്കുമെന്നിങ്ങനെ സോമശേഖരൻ പൊന്നിയോട് പറയുകയാണ്. പൊന്നി വാങ്ങിക്കാനായിട്ട് പോകുമ്പോൾ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞ് ശാലിനി കുഞ്ഞിനെ അങ്ങോട്ട് കയ്യിൽ വാങ്ങുന്നുണ്ട്. എന്നിട്ട് സത്യമ്മ ധൈര്യമായിട്ട് പോയിക്കോ, ഒന്നും സംഭവിക്കാൻ ഞാൻ നോക്കിക്കോളാം, ഒന്നും സംഭവിക്കില്ല എന്ന് പറയുകയാണ്. തുടർന്ന് ഫാമയെ പോലീസുകാരും വനിതാ പോലീസ് പിടിച്ചുകൊണ്ട് ജീപ്പിലേക്ക് അയറ്റി ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ശാലിനി ആകെ ധൈര്യം കൊടുത്താണ് ഫാമയെ വിടുന്നത്. അന്നേരം ഫാമയ്ക്ക് ധൈര്യമൊക്കെ ഉണ്ട്. അന്നേരം പിള്ള ഓടി വന്നു, അയ്യോ കുഞ്ഞെ സത്യാമ്മ എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി ഇങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ ആകെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ചിലപ്പോൾ ഇനി കുട്ടികൃഷ്ണൻ്റെ മരണം സംഭവിച്ചത് വേറെ ഇനി ആ ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ടോ എന്താണെന്നുള്ളതൊക്കെ ഇനി തെളിയിക്കുന്നതൊക്കെ ആയിരിക്കും. അതിന് കുറേ കോടതിയും കേസും വിധിയൊക്കെ നടക്കും. അതിലിനി അർജുൻ വരുമോ അതോ ഇനി വേറെ ഏതെങ്കിലും വക്കീലാണോ വരുന്നതെന്നുള്ളതാണ്, സത്യഭാമയെ രക്ഷിക്കാനൊക്കെ ആയിട്ട്. പിന്നീട് ശാരികയുടെ കാര്യം അതൊക്കെ, പിന്നെ ഡേസിയുടെ വിവാഹം, ഇതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.